ക്രിസ്ത്യൻ മാനേജ്മെന്റിനും കച്ചവട കണ്ണോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ഫാദർ ജിമ്മി പൂച്ചക്കാട്ട്, മുഖ്യമന്ത്രിയുടെ വിമർശനത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? മുഖ്യമന്ത്രിയുടെ വിമർശനത്തിനുള്ള ഒരു പ്രതികരണം എനിക്ക് തോന്നുന്നു ഇന്ന് സഭയുടെ സിറോ മലബാർ സഭയുടെ തലവനും ഇന്റർ ചർച്ച് കൗൺസിലിൻ്റെ പ്രസിഡന്റുമായ അഭിവന്യ ജോർജ് ആലഞ്ചേരി പിതാവ് നൽകിയിട്ടുണ്ട്. നിയമപരമായ രീതിയിലൂടെ ഏത് സംവിധാനങ്ങളിലും അന്വേഷണം നടത്തുന്നതിന് പ്രശ്നമില്ല എന്നും, എന്നാൽ സ്വാശ്രയ മാനേജ്മെൻറ്റുകളുടെ പ്രവർത്തനങ്ങളെ കൃത്യതയോടെ കാണണമെന്നും എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന ഒരടച്ച ആക്ഷേപം മുഖ്യമന്ത്രി പറഞ്ഞിരിക്കാൻ സാധ്യതയില്ല എന്നുമെല്ലാമുള്ള പ്രതികരണം നമ്മൾ കണ്ടതാണ്. അതാണ് സഭയ്ക്കുള്ള പ്രതികരണം. ശ്രീ ജോർജ് ആലഞ്ചേരി പിതാവ് മറ്റൊരു കൂടിയാലോചനാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിച്ചത്. ആ ഘട്ടത്തിൽ ആലഞ്ചേരി പിതാവ് അടക്കം മുഖ്യമന്ത്രിയുടെ പ്രതികരണം പൂർണ്ണമായും കണ്ടിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. ഇപ്പോൾ നേരം രാത്രിയായല്ലോ, ആ വിശദാംശങ്ങളൊക്കെ നിങ്ങൾക്കറിവായിട്ടുമുണ്ടാകും. നിയമ നടപടികൾ സർക്കാരിന് സ്വീകരിക്കാം, അങ്ങനെ എന്തെങ്കിലും അപാകത എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ. അല്ലാതെ പൊതുവിലുള്ള പ്രസ്താവം ശരിയല്ല എന്ന നിലയിലാണ് അദ്ദേഹം ആ ഘട്ടത്തിൽ പ്രതികരിച്ചത്. അതേയല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം സഭ ഇത്തരം തെറ്റായ പ്രവണതകളിലേക്ക് വരാതെ മാതൃകാപരമായി സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നു. ദുഷ്പ്രവണതകൾ ആ മേഖലയിലേക്ക് വന്നപ്പോൾ അതിനെ പിൻപറ്റി പിന്നീട് പോകുന്നതാണ് കണ്ടത്. അത് അഴിമതിയാണ് എന്നാണ്. അതിനുള്ള മറുപടി ആദ്യം. അതാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും അവിടെ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് 3-4 കാര്യങ്ങളാണ്. ഒന്ന്, സ്വാശ്രയ കോളേജുകളുടെ അല്ലെങ്കിൽ സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയുടെ ആരംഭം കുറിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ അഴിമതി കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ അടുത്ത കാലം വരെ ഇത്തരത്തിലുള്ള അഴിമതിയുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മോശമായ പ്രവർത്തനങ്ങളുടെ വഴിയിലേക്ക് കടന്നു വന്നിരുന്നില്ല. ഇപ്പോൾ മൂന്നാമതായിട്ട് ഇപ്പോൾ ഏതാനും കോളേജുകളെങ്കിലും അല്ലെങ്കിൽ ഏതാനും സ്ഥാപനങ്ങളെങ്കിലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് കടന്നു വരുന്നു. നാലാമതായിട്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളെ തടയാൻ വിജിലൻസിൻ്റെ സഹായത്തോടു കൂടി തീർച്ചയായിട്ടും കാര്യങ്ങൾ മുന്നോട്ട് നീക്കും എന്ന മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയാണ് നമ്മൾ അവിടെ കാണുക. തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമാണ്. എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അവസാനത്തെ വാചകത്തിൽ പിടിച്ചു തൂങ്ങരുത്. ഫാദർ ജിമ്മി പൂച്ചക്കാട്ട്, ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞ ഇങ്ങനെ നിങ്ങൾ ഈ മേഖലയിലേക്ക് വന്നു, മാതൃകാപരമായി പ്രവർത്തിച്ചു, പിന്നീട് നിങ്ങൾക്കുണ്ടായ വ്യതിചലനത്തെപ്പറ്റി ഉള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? അതാണ് അറിയേണ്ടത്. ആ മുഖ്യമന്ത്രിയുടെ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതായത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇതാണ്: ഈ പുതിയ പ്രവണത പല ക്രൈസ്തവ മാനേജ്മെൻറ്റുകളെയും സ്വാധീനിക്കുന്ന നിലയായി ഇപ്പോൾ അപൂർവം പേർ മാത്രമാണ് ഒഴിഞ്ഞു നിൽക്കുന്നത്. എല്ലാവരും ഇപ്പോഴും ഭാഗമായിട്ടില്ല, അപൂർവം പേർ ഒഴിഞ്ഞു നിൽക്കുന്നു. യഥാർത്ഥത്തിൽ ഇത് കൃത്യമായ അഴിമതിയാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അതെ, മൂന്നാമത്തെ കാര്യത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെ മുഖ്യമന്ത്രി നാലാമത്തെ കാര്യവും പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇതിനകത്ത് തെറ്റായ കീഴ്വഴക്കങ്ങൾ കടന്നു വന്നിട്ടുണ്ട്, അത് വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിച്ച് കണ്ടെത്തുമെന്ന്. അതിനെപ്പറ്റി കൃത്യമായ അന്വേഷണം നടത്തണം. നമ്മൾ എവിടെയെങ്കിലും ഒരു കാര്യം പറഞ്ഞതുകൊണ്ടോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് 1-2 കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടോ തീരുമാനമാകുന്നതല്ല. തീർച്ചയായിട്ടും അതിൻ്റെ അന്വേഷണത്തെയോ അതിൽ നിന്ന് വരുന്ന തീരുമാനങ്ങളോ അനുസരിച്ച് തന്നെ പോകണം. സൗകര്യപൂർവ്വം അങ്ങ് മുഖ്യമന്ത്രി അതിനോടനുബന്ധിച്ച് പറഞ്ഞ ഒരു കാര്യം മറക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം വിജിലൻസിനോട് ഇത്തരം തെറ്റായ വഴിയിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നും അത് കണ്ടെത്തണമെന്നും പറഞ്ഞു. പക്ഷേ പരാതിക്കാരില്ല എന്ന നിസ്സഹായതയാണ് വിജിലൻസ് പ്രകടിപ്പിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കള്ളക്കച്ചവടം നടക്കുന്നു, അതിൽ പരാതിക്കാരെ പോലും ഭയപ്പെടുത്തുന്ന നിലയിലാണ് ആ സംഘം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത്. ആ കൂട്ടത്തിൽ അപൂർവം പേർ മാറി നിൽക്കുന്നു. നിങ്ങളിൽ ഏറിയ കൂറും ആളുകൾ ഈ കച്ചവട കൂട്ടായ്മയിൽ തന്നെ സജീവമായി നിൽക്കുന്നു, അന്വേഷണ സംവിധാനത്തെ പ്രവർത്തിക്കാൻ വിടാതെ. അതിനുള്ള മറുപടി ആദ്യം ഫാദർ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണല്ലോ ഇത് പറയുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇത് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ വിജിലൻസ്, ക്രൈംബ്രാഞ്ച് ഇതുപോലുള്ള ഒരുപാട്
ഭരണ സംവിധാനങ്ങളുണ്ട്. തീർച്ചയായിട്ടും എന്തെങ്കിലും പോരായ്മകളുണ്ട് എങ്കിൽ അതിലൂടെ അത് കണ്ടെത്തണം എന്ന് തന്നെയാണ്. ഇപ്പോഴും ഇന്ന ഒരു സ്ഥലത്ത് ഇന്ന ഒരു പോരായിക എന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് കൃത്യതയോടെ അത് കണ്ടെത്തണമെന്നും അതിനെ സ്വാഗതം ചെയ്യുന്നു എന്നുമാണ് നമ്മൾ പറയുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ പി ബിജു, എത്ര പറഞ്ഞാലും ഈ പറയുന്ന വാചകത്തിൽ തന്നെ ചുറ്റിത്തിരിയും സഭാ വക്താവ്. നിങ്ങൾക്കാണ് അധികാരം കിട്ടിയിരിക്കുന്നത്. സ്വാശ്രയ ലോബിയുടെ ഒരു സർക്കാരിനെ അല്ല ജനം അധികാരത്തിലേറ്റിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവർ വീണ്ടും പറയുകയാണ് അങ്ങനെ പിഴവുകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുക മാത്രമല്ല നിങ്ങളുടെ ഉത്തരവാദിത്തം, അത് കണ്ടെത്താനുള്ള ഏജൻസി ഉണ്ടല്ലോ, അതിനെ കാര്യക്ഷമമായി പ്രവർത്തിപ്പിച്ച് അതിൽ കൃത്യമായ കണ്ടെത്തലുകൾ നടത്തി നടപടിയെടുക്കൂ എന്നാണ്. ഇതിൻ്റെ പ്രശ്നം ക്രൈസ്തവ സഭകളുടെ ചരിത്രം, വിദ്യാഭ്യാസ മേഖലയിൽ അവരുടെ ചരിത്രം ഇപ്പോഴുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. വിദ്യാഭ്യാസം സാമൂഹിക പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ഇന്ന് പ്രവർത്തിക്കുന്നത്. ഇന്ന് മഹാഭൂരിപക്ഷം വരുന്ന സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് ഈ സ്വാശ്രയ മേഖലയിലായിരുന്നാലും ശരി തന്നെ, എയ്ഡഡ് മേഖലയിൽ ആയിരുന്നാലും ശരി തന്നെ സാമ്പത്തിക താല്പര്യം മുൻനിർത്തിയാണ്. അതിന് അടിസ്ഥാനപരമായ കാരണം ഫാദർ എത്ര നിഷേധിച്ചാലും ഇത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം, ഇത് കാണുന്ന ജനങ്ങൾക്കറിയാം. എയ്ഡഡ് സ്കൂള് നിയമനം സ്വന്തം നിലയിൽ നടത്തും, ഫണ്ട് പണം വാങ്ങാതെ ഒരു നിയമനവും നടത്തില്ല. മാനേജ്മെൻറ്റ് സീറ്റിൽ അഡ്മിഷന് ഫണ്ട് വാങ്ങും, PTA ഫണ്ട് വാങ്ങും, എയ്ഡഡ് സ്കൂളിൽ വാങ്ങും, എയ്ഡഡ് കോളേജിൽ വാങ്ങും, ഒരു നിയന്ത്രണവും അനുവദിക്കില്ല. സ്വാശ്രയ മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ സമാനമായിട്ടുള്ള സ്ഥിതി തന്നെയാണ് നിലനിൽക്കുന്നത്. സ്വാശ്രയ മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളെന്ന് പറഞ്ഞാൽ ടീച്ചർമാരുടെയും കുട്ടികളുടെയും അടക്കം മുഴുവൻ പേരുടെയും മാർക്ക് ലിസ്റ്റ് മുഴുവൻ പിടിച്ചു വയ്ക്കും. ഒരു നിശ്ചിത സമയം കഴിയാതെ അവർക്ക് പോകാൻ കഴിയില്ല. വലിയ തോതിലുള്ള ഫീസ്, ഇങ്ങനെ കുട്ടികൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതും ചരിത്രവും നമുക്ക് ഒരുപോലെ കാണാൻ കഴിയില്ല. വിദ്യാഭ്യാസം സാമൂഹിക പുരോഗതി എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടല്ല മഹാഭൂരിപക്ഷം വരുന്ന സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. ഇത്തരം തെറ്റായ നിലപാടുകൾക്കെതിരെ ഗവൺമെൻറ് സമീപനം സ്വീകരിക്കണം, ഗവൺമെൻറ് അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. അതോടൊപ്പം തന്നെ ഇത്തരം അന്വേഷണ ഏജൻസികളെയും ഉപയോഗപ്പെടുത്തേണ്ടി വരും. കാരണം ഇപ്പോൾ PTA ഫണ്ട്, ഇപ്പോൾ ഒരു BCom സീറ്റിന് അല്ലെങ്കിൽ MCom സീറ്റിന് 1-2 ലക്ഷം രൂപ എയ്ഡഡ് കോളേജ് വാങ്ങുകയാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ഫാദർ എത്ര നിഷേധിച്ചാലും ഇത് കാണുന്ന ജനങ്ങൾക്കറിയാം. 1 ലക്ഷവും 2 ലക്ഷവും ഒരു BComനും സാധാരണ ഡിഗ്രി കോഴ്സുകൾക്ക് വേണ്ടി വാങ്ങുകയാണ്. ഇനി ഏതെങ്കിലും ക്രൈസ്തവ സഭ ഇവരുടെയൊക്കെ മാനേജ്മെൻറ്റുകൾ ഇതിൽ നിന്ന് ഭിന്നമല്ലെന്ന് പറയാൻ കഴിയില്ല. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത ഇവരെ കൂടി കണക്ട് ചെയ്തേ പറയാൻ കഴിയൂ. കാരണം ഇവിടെ മഹാഭൂരിപക്ഷം സ്ഥാപനങ്ങൾ നടത്തുന്നത് ക്രൈസ്തവ സഭകൾ, മറ്റ് മതസംഘടനകൾ, സാമുദായിക ഇത് ഏതെങ്കിലും ഒരു കൂട്ടരല്ല. 99% ഇത് തന്നെ. ഒറ്റപ്പെട്ട എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഇതുപോലെ മാന്യമായി പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ എയ്ഡഡ് സ്കൂളിലോ എയ്ഡഡ് കോളേജിൽ നിയമനത്തിൽ കാശ് വാങ്ങാതെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാവും. PTA ഫണ്ട് അനധികൃതമായി പിരിക്കാതെ പ്രവർത്തിക്കുന്നുണ്ടാവും. സ്വാശ്രയ കോളേജുകളിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ നോ ലോസ് നോ പ്രോഫിറ്റ് എന്ന കൺസെപ്റ്റ്, പക്ഷേ അത് ഒറ്റപ്പെട്ടതാണ്. 99%ഉം അതിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ ചരിത്രം എന്ന് പറയുന്നത് പഴയ ചരിത്രമാണ്. നവോത്ഥാന കാലഘട്ടത്തിന് ശേഷമുള്ള ചരിത്രമാണ്. അന്നാണ് വിദ്യാഭ്യാസം സാമൂഹിക പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം വരെ ഏറ്റെടുത്തെന്ന് പറയുന്നത്. ആ ചരിത്രത്തിൻ്റെ അവകാശികളായിട്ട് ഇപ്പോഴത്തെ സ്ഥാപനങ്ങൾക്ക് ഒരു കാരണവശാലും അവകാശപ്പെടാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഫാദർ പറഞ്ഞാലും കേരളീയ സമൂഹം അത് അംഗീകരിക്കില്ല. ഡോക്ടർ ഫസൽ ഗഫൂർ, ഈ 99% വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും അതിനെ നിയന്ത്രിക്കുന്നവരും വളരെ സംഘടിതവും ആസൂത്രിതവും ബുദ്ധിപരവും ഒക്കെയായി ഒരു കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ പരാതിയും വരില്ല, തെളിവുമില്ല. വിമർശിക്കാൻ മാത്രമാണ് അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് കഴിയുക. ഇതാണോ സർക്കാരിന് കരണീയമായിട്ടുള്ളത്? ഇത്ര സംഘടിതമായി സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പഴുതുമില്ലാതെ ഈ കാര്യങ്ങളെല്ലാം വിദ്യാഭ്യാസ മേഖലയിൽ ഇങ്ങനെ ചെയ്തു മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന എന്ത് അത്ഭുത സിദ്ധിയാണ് വ്യക്തികളായാലും സംഘങ്ങളായാലും സ്വയം മാനേജ്മെൻറ്റുകളാകുമ്പോൾ അവർക്ക് സിദ്ധിക്കുന്നത്? കേരളത്തിലെ സ്വയാശ്രയ മേഖലയെ പറ്റി പറയുമ്പോൾ ആദ്യം തീർക്കാം. കേരളത്തിലെ സ്വയാശ്രയ മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ കയ്യിലാണ് സ്വയാശ്രയ മേഖല നിൽക്കുന്നത്. ഇവിടെ 80% സ്ഥാപനങ്ങൾ ന്യൂനപക്ഷങ്ങൾ നടത്തുന്നതാണ്. അവിടെ നമുക്കറിയാം, ഇവിടെ സ്വയാശ്രയ മേഖല തുറന്നിട്ട കാലഘട്ടത്തിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. 50-50 എന്ന തോതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് TMA ജഡ്ജ്മെൻറ്റ്, ഇസ്ലാമിക് അക്കാദമി ജഡ്ജ്മെൻറ്റ് വന്നിട്ട് 100 സീറ്റ് എടുക്കാം എന്നുള്ള സ്ഥിതിവിശേഷം വന്നത്. ആ സ്ഥിതിവിശേഷം വന്നപ്പോൾ ക്രൈസ്തവ സഭകൾ എടുത്ത സമീപനം കാരണമാണ് കുഴപ്പമുണ്ടായെന്നാണ് ഞാൻ പറയുന്നത്. അന്ന് ക്രൈസ്തവ സഭകൾ ഒരു നേർവഴി എടുത്തിരുന്നെങ്കിൽ, അവർ 50% സീറ്റ് സർക്കാരിന് കൊടുത്തിരുന്നെങ്കിൽ നമുക്കിത് മുഴുവൻ നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത് അവരെടുക്കാതിരുന്നുകൊണ്ട് അവരൊരു ചേരിയിൽ വരികയും അതിനെ തുടർന്ന് വന്നിട്ടുള്ള ഞങ്ങളുടെ സമുദായത്തെ പറ്റി പറയുമ്പോൾ അതിൽ ഭൂരിപക്ഷം വ്യക്തികളുടെയാണ്.
സമുദായത്തിൻ്റെതായിട്ടുള്ള ഒരു കോളേജും സ്ഥാപനമൊന്നും അതിലില്ല. ഒട്ടുമുക്കാൽ സ്ഥാപനങ്ങളും വ്യക്തികൾ നടത്തുന്നതാണ്. ആ വ്യക്തികൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ പോയിട്ട് ന്യൂനപക്ഷ പദവി വാങ്ങിച്ചെടുത്തു. ക്രൈസ്തവ സഭകളുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് അവർ വ്യക്തിഗത സ്ഥാപനങ്ങൾ പോയിട്ട് ന്യൂനപക്ഷ പദവി വാങ്ങിച്ചെടുക്കുകയും ഇപ്പോൾ നമുക്കറിയാലോ കരുണയും KMCTയും ഇവിടെ നമ്മുടെ കണ്ണൂർ മെഡിക്കൽ കോളേജ് 3 മെഡിക്കൽ കോളേജുകൾ കഴിഞ്ഞ പോലെ സർക്കാരായിട്ട് കരാർ പോലും ഒപ്പിട്ടില്ല. അവർക്ക് തോന്നിയ രീതിയിലാണ് അഡ്മിഷൻ നടത്തുന്നത്. അപ്പോൾ ആ തരത്തിൽ ക്രൈസ്തവ സഭ ഒരു വ്യക്തമായിട്ടൊരു നിലപാടാണ് എടുക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ സ്വയാശ്രയം എന്നുള്ളത് പൊളിഞ്ഞു പോയത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ തീർച്ചയായിട്ടും ഈ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇവർക്കെതിരായിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ഒരു ആക്ഷൻ. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞുതരാം, ഇതിൻ്റെ ഇപ്പോൾ റിയാക്ഷൻ ഇപ്പം തന്നെ സി എം അത്ര ആഴത്തിൽ പറഞ്ഞൊന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ജനറലായിട്ട് പറഞ്ഞാണ് അദ്ദേഹം. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ ടോംസ് എഞ്ചിനീയറിംഗ് കോളേജ് എന്നൊക്കെ കേട്ടപ്പോൾ സഭയുടെ കോളേജാണെന്നൊക്കെ വിചാരിച്ചു കാണും. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്ടാവുക, ഇത് ന്യൂനപക്ഷ വിരുദ്ധമാണെന്നുള്ള ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ മറിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചാൽ കേരളത്തിലെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്ത് ന്യൂനപക്ഷങ്ങളാണ്. അപ്പോൾ ആ ന്യൂനപക്ഷങ്ങൾ മര്യാദക്ക് പെരുമാറിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനൊരു ഇതുണ്ടാവും. അതിൽ സഭയാണ് നേതൃത്വം കൊടുക്കേണ്ടത്. സഭ ഒരിക്കലും ഒരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ സഭ ഒരു തീരുമാനം എടുക്കുകയാണ് എയ്ഡഡ് കോളേജിൻ്റെ അപ്പോയിൻമെൻറ്റിനെ പറ്റി, സഭ ഒരു തീരുമാനം എടുക്കുകയാണ് സ്വയാശ്രയ മേഖലയിലെ നിയമങ്ങളെ പറ്റിയിട്ട്, ബാക്കിയുള്ളവർക്ക് പിന്തുടരാതിരിക്കാൻ പറ്റില്ല. കാരണം സഭയ്ക്ക് സ്ഥാപനങ്ങളുണ്ട്, അതിന് സാമ്പത്തിക ശേഷിയുണ്ട്, ജനങ്ങളുടെ ഒരു പിന്തുണ വോട്ടായിട്ടും ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് സഭയാണ് നമ്പർ 1 ആയിട്ട് നിൽക്കേണ്ടത്. സഭ മുൻപന്തിയിൽ നിന്നുകൊണ്ടിരുന്നെങ്കിൽ ഇതിനൊരു ക്ലീനപ്പ് നടത്താൻ പറ്റും. ശരി. ശ്രീ CR നീലകണ്ഠൻ, പൊതുവിൽ ഇപ്പോൾ സ്വാശ്രയ മേഖലയുമായി ബന്ധപ്പെട്ട് അഴിമതിയുടെ തലത്തിൽ മാത്രം ചർച്ച പരിമിതപ്പെട്ട് ഉള്ള ഒരു സാഹചര്യമല്ല ഉള്ളത്. വലിയ മനുഷ്യാവകാശ ലംഘനത്തെപ്പറ്റിയും വിദ്യാർത്ഥികൾ ബലികൊടുക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് ഈ വിഷയം വീണ്ടും വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ വിഷയത്തിൻ്റെ അതീവ ഗൗരവത്തെ നിസ്സാരവൽക്കരിക്കുക